എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഒരുപാട് ഫെർട്ടിലൈസറൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളത്തിലും അരി കഴുകിയ വെള്ളത്തിലും ഒക്കെ നമുക്ക് നല്ല തണുപ്പാണ് അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പല വീട്ടിലുള്ള പല വേസ്റ്റും ഉപയോഗിച്ചുള്ള നമുക്ക് ജൈവവളം ഉണ്ടാക്കി കൊടുക്കാം. പിന്നീടുള്ള പ്രശ്നമാണ് മുരടിപ്പ്. മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മുരടിപ്പിനും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല കേട്ടോ. നമ്മൾ ഓരോ ചെടിയെയും കെയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നേഴ്സറി ബഡ് റോസ് ഒക്കെ നമ്മൾ നല്ലവണ്ണം കെയർ ചെയ്താൽ മാത്രമേ അതിൽ ധാരാളം പൂക്കളും വർഷങ്ങളോളം പൂക്കളും ഉണ്ടാകത്തുള്ളൂ. റോസകളുടെ ഒക്കെ ഒരു മെയിൻ പ്രശ്നമാണ് മുരടിപ്പ്. നഴ്സറിയിൽ നിന്നൊക്കെ റോസ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ആദ്യം നല്ലതായിട്ട് പൂവുണ്ടാവും. 1-2 പ്രാവശ്യം പൂവിട്ടതിന് ശേഷം പെട്ടെന്ന് മുരടിച്ച് പോകാറുണ്ട്. മുരടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോസ പെട്ടെന്ന് നശിച്ചു പോകും. അതിന് മുമ്പ് തന്നെ നമുക്ക് റോസ വന്നിട്ട് റീപ്പോർട്ട് ചെയ്ത് വെച്ചു. ആദ്യത്തെ മാസം നമ്മളൊന്നും ചെയ്യേണ്ട. പിറ്റത്തെ മാസം മുതൽ നല്ല വളപ്രയോഗവും നല്ല കീടനാശിനി പ്രയോഗവും ചെയ്യണം. 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മസ്റ്റായിട്ട് നമ്മൾ വളപ്രയോഗവും അതുപോലെ തന്നെ 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ കീടനാശിനിയും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ജൈവ കീടനാശിനിയാണ് ഏറ്റവും നല്ലത്. അതിലൊന്നാണ് നമ്മുടെ എക്സോഡസ്, വളരെ നല്ലതാണ്. അത് നല്ല ജൈവ കീടനാശിനിയാണ്. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പക്ഷേ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള അത് കെമിക്കലൊന്നും ഇല്ലാത്തൊരു കീടനാശിനിയാണത്. അത് വളരെയധികം പ്രയോജനം ചെയ്യും നമ്മുടെ എല്ലാ ചെടികൾക്കും, പച്ചക്കറി തൈകൾക്കും, റോസാ ചെടികൾക്കും, ഏത് പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും, എല്ലാ ചെടികൾക്കും നമുക്ക് ഒരുപോലെ കൊടുക്കാവുന്നതാണ് നമ്മുടെ എക്സോഡസ് കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നതാണ്. 2 മില്ലി മാക്സിമം എടുക്കുക, അല്ലെങ്കിൽ 1.5 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് മുരടിപ്പുള്ള ചെടികൾക്കാണെങ്കിൽ 2 ദിവസം ഇടവിട്ട് 2-3 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മുരടിപ്പില്ലാത്ത ചെടികൾക്കാണെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മസ്റ്റായിട്ടും എന്തെങ്കിലും ഇതുപോലെ റോസാ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് മുരടിപ്പ് വന്ന് ആ ചെടി നശിച്ചു പോകുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ മുരടിപ്പുണ്ടെങ്കിലും അല്ലാതെ മുരടിപ്പില്ലാത്ത ചെടികൾക്കാണ് നമുക്ക് 5 മില്ലി വേപ്പെണ്ണ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേപ്പെണ്ണ എടുക്കുമ്പോൾ മിക്സ് ചെയ്യാതിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു സോപ്പ് ലിക്വിഡോ 1-2 1/2 ടീസ്പൂൺ സോപ്പ് ലിക്വിഡോ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ 3-4-5 വെളുത്തുള്ളിയും അതുപോലെ തന്നെ 5 മില്ലി വേപ്പെണ്ണയും, വെളുത്തുള്ളി ചതച്ചെടുക്കുക, വേപ്പെണ്ണയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക, അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് റോസാ ചെടികളിലും ഏത് ചെടികൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വളം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നോക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിക്കുക. അതിനകത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള ഉള്ളിത്തൊലിയോ സവോളത്തൊലിയോ എന്തുമാകാം കേട്ടോ, വെളുത്തുള്ളിയുടെ തൊലിയോ ഇതൊക്കെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയും ഉണ്ടോ അത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയ വളം സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പം ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് ചേർക്കേണ്ടത്, അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലിയും ഉള്ളിത്തൊലിയും ഒക്കെ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ധാരാളം പൊട്ടാഷ് കണ്ടൻ്റൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഉള്ളിത്തൊലിയിലും സവോളത്തൊലിയിലും ഒക്കെ. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്ത് ഞാനിപ്പോൾ പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും, കുറച്ച് മുട്ടത്തോട് പൊടിച്ചതുമാണ് കേട്ടോ. ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കും. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചാൽ മതി. എന്നിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടത്തോടൊക്കെ നമ്മുടെ ചെടികളിലെ മുരടിപ്പൊക്കെ മാറാൻ വളരെ നല്ലതാണ്. കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന മുരടിപ്പുണ്ട് നമ്മുടെ ചെടികൾക്ക്. അതൊക്കെ മാറി കിട്ടാൻ മുട്ടത്തോട് വളരെയധികം സഹായിക്കുന്നു. മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ കീടശല്യത്തിനും അതുപോലെ തന്നെ മുരടിപ്പിനും ഫംഗൽ ബാധയ്ക്കും ഒക്കെ മഞ്ഞൾപ്പൊടി നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ തേയിലപ്പൊടിയും ഉള്ളിത്തൊലിയും ഒക്കെ ധാരാളം പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ NPK, തേയിലപ്പൊടിയിലൊക്കെ ധാരാളം NPK അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനും സഹായിക്കുന്നു. നമുക്ക് എന്നിട്ട് ഇപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിന്ന് അരിച്ചെടുത്തിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 2-3 ലിറ്റർ വെള്ളം കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെടികൾക്ക് കൊടുക്കുന്നത്. നേർപ്പിച്ചേ കൊടുക്കാവുള്ളൂ. ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഈ ആദ്യം അരിച്ചെടുത്ത് അതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെടികളുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഡൈല്യൂട്ട് ചെയ്യണം. അങ്ങനെ 2 രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക്
ചെടികൾക്ക് തളിച്ചും കൊടുക്കാം, അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ 3 രീതികളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നമ്മുടെ ചെടികളൊക്കെ ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും അതിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും, പ്രത്യേകിച്ച് മുരടിപ്പൊക്കെ മാറിയാൽ മാത്രമേ റോസ് ചെടികളൊക്കെ നന്നായിട്ട് വളരത്തുള്ളൂ. പുതിയ തളിർപ്പുകളും പുതിയ പൂമുട്ടുകളും ഒക്കെ നിറയാനായിട്ട് ഇതൊക്കെ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ കറക്റ്റ് രീതിയിലുള്ള വളപ്രയോഗവും കറക്റ്റ് രീതിയിലുള്ള കീടനാശിനി പ്രയോഗവും ഒക്കെ ചെയ്താൽ മാത്രമേ ഏതൊരു ചെടിയും നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.